ഇന്ന് ഞാൻ കാണിക്കാൻ പോണതില്ലേ നമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇഡ്ഡലി സോഫ്റ്റ് ആവണില്ല, ഭയങ്കര കനം കൂടണം, അങ്ങനെയൊക്കെയുള്ള പറയണത്. അപ്പോൾ ഞാൻ ഇന്ന് വരെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കണതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ പച്ചരി ഇളക്കണത്. ഇപ്പം ഞാനൊരു ഗ്ലാസ് ഇട്ട് കൊടുത്ത് അപ്പം ഇത് നമ്മുടെ സാധാ റേഷൻ പച്ചരിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കുക, പച്ചരി വേറെ വേണമെങ്കിൽ എടുക്കുക. ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ടത് ഉഴുന്നാണ്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ വേണ്ടത്. അപ്പം 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് അത് ഈ പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഈ ഗ്ലാസ്സിന് തന്നെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അതിൻ്റെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് ചോറും വേണം കേട്ടോ. അപ്പം ചോറും ചവരിയും കൂടി നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ചവ്വരി നമുക്ക് ഇഡ്ഡലി അരക്കണേക്ക് മുമ്പ് ഒന്ന് വെള്ളത്തിൽ ഒരു മണിക്കൂറിന് ഒന്ന് കുതിർത്തി വെക്കാം. ഓരോരുത്തരുടെ ഗ്ലാസിൻ്റെ അനുസരിച്ചിട്ട് വേണം കേട്ടോ അളവെടുക്കാൻ. ഇപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് എടുക്കണത് ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഉഴുന്നും അരിയും എടുക്കണം കേട്ടോ. ഇപ്പം 2 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്ന്, അങ്ങനെ ആ അളവിൽ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുതിർത്താൻ വെക്കാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകി അതിൻ്റെ കാടിവെള്ളമൊക്കെ കളഞ്ഞ് നല്ല തെളിവെള്ളം ഇട്ട് അരി കഴുകിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് കഴുകിക്കൊണ്ടുവരാം. മാവ് അരച്ച് വെച്ചതിന് ശേഷം മാവ് തുറന്ന് കാണിക്കണം കേട്ടോ. കണ്ട മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി മാവ് അരക്കണ സമയത്ത് പിന്നെ 1 ടീസ്പൂൺ പിന്നെ ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് നല്ല കഴുകിയതിന് ശേഷം ഒരു 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാവിലെ അരക്കാൻ വെള്ളത്തിലിട്ടിട്ട് രാത്രി ആയപ്പോൾ ഒരു 7 മണി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ അരച്ചെടുത്തത്. ഇപ്പം രാവിലെ 6 മണി സമയം കേട്ടോ. അപ്പം ഞാൻ അതേ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോണേ കേട്ടോ. നല്ലോണം പുളിച്ച് പൊന്തിയിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾ അരക്കണ സമയത്ത് അധികം വെള്ളമൊന്നും കൂടിപ്പോവാണ്ട് അരക്കണം കേട്ടോ. എനിക്ക് അരക്കണത് കാണിക്കാൻ പറ്റിയില്ലേ, ആ സമയത്ത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, അതായിട്ട് ഞാൻ കാണിക്കാൻ. ഇത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ ദേ ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ബാക്കി മാവ് ഒരു ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മാവ് ഒന്നില്ലെങ്കിൽ അരി അരക്കണ സമയത്ത്, അതല്ലെങ്കിൽ അരച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് ഒരേ തട്ടിലാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇഡ്ഡലി ചെമ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരേ തട്ട് വെച്ച് കൊടുക്കാം. എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ചെമ്പ് വെച്ച് തിളപ്പിച്ചിട്ട് ആവി വന്നതിന് ശേഷം ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് പച്ചവെള്ളത്തിൽ കൊണ്ടുപോയി തട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. അതെ നോക്കിയേ, നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാവ് അടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് അടിച്ചു നോക്കണം കേട്ടോ. സാമ്പാർ വെക്കാനായിട്ട് ഒരു കലം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മാറ്റി കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി സാമ്പാർ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വെണ്ടപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൊടുക്കണം. തേങ്ങയും ക്യാരറ്റും ഒരു ഉരുളൻകിഴങ്ങും കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊക്കെ നമുക്കൊരു ഇത്തിരി കായം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇച്ചിരി വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒഴിച്ചു കൊടുത്ത പുളിയാണ് കേട്ടോ. ഇനി വെള്ളം കൂടി ചേർത്തിട്ട് വേവിക്കാം. അപ്പോൾ ഇത് തിളപ്പിച്ച വെള്ളം ഇട്ട് ഒഴിച്ചു ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി ഇനി നമുക്കിത് വെന്ത് വന്നവരെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിച്ചു കൊടുക്കാം. നല്ല ഉടയാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പം കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കണം. നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ വേവിച്ച് വെച്ച് താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് നമുക്ക് ഈ സാമ്പാർ അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ എടുക്കാം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഇഡ്ഡലിയും സാമ്പാറും തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പൂ പോലെ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഇഡ്ഡലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ ഇഡ്ഡലി തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.